ഉയ്യൻ്റെ പൊന്നു മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി തന്നെയാണ് ഇത്. നല്ലൊരു അടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള നടത്തിയില്ലേ മലപ്പുറത്ത്, അതായത് എല്ലാവർക്കും എന്ന് പറയുന്നത് മലപ്പുറം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചൊറിച്ചല് തന്നെയായിരുന്നു. ഇനി ആനയായാലും ശരി, കുതിരയായാലും ശരി, മലപ്പുറം എന്ന് കേൾക്കുമ്പോഴെന്തോ അവിടെ എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നേ, അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ. ചില ഈ ആൾക്കാരൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ വളരെ മോശമായിട്ട് പറയുന്ന രീതി ഉണ്ടായിരുന്നു. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുംഭമേള മാറ്റിക്കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ആൾക്കാരും കാര്യങ്ങളും അല്ലേ, എന്നാൽ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പോയി നോക്കുമ്പോഴേക്കും എൻ്റെ പൊന്നു മക്കളെ ശരിക്കും ജനസാഗരാന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയാം, ഒരു അബ്ദുൽ ജലീൽ അങ്ങനെ പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ഞാൻ വണ്ടി വെച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്ന കുംഭമേളയിൽ. തിരുനാവായ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു ആൽമരത്തിന് തറ സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 മുസ്ലിങ്ങളെ പേരാണ് അവിടെയും കാണുന്നത്. ഇതാണോ നമ്മുടെ മലപ്പുറം? ഞാൻ വിചാരിച്ചു ഇതാണോ എല്ലാവരും പറയുന്നത് മലപ്പുറം. അവിടെ ഇത്രയും സ്നേഹമുണ്ടേ. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താണെന്നറിയാം, മലപ്പുറം അങ്ങനെയാണ്, മലപ്പുറം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചേർന്നിട്ട് ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ഒരു തരത്തിൽ അങ്ങ് ആക്കാൻ നോക്കുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹസമ്പന്നരായ നാട്ടുകാരുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേളക്ക് പോകുന്നതിൽ തന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളൊക്കെ കുംഭമേള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംഘപരിവാർ നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ്, ഹിന്ദുക്കളാണ്. ആരായാലും എന്തെന്ന് ഒരു പരിപാടി നമ്മളെ നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റു പലർക്കും ഉണ്ടാകും. അവിടെ നമ്മൾ രാഷ്ട്രീയമൊന്നും കാണണ്ട, വെറുതെ പോയി കണ്ടൂടെ. ഇപ്പം നമ്മളെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ മാത്രമാണോ ഇപ്പം പണ്ട് രാജീവ് ഗാന്ധി വരുമ്പോൾ കാണാൻ പോകുന്നത്? അതുപോലെ തന്നെ ഇപ്പം നരേന്ദ്രമോദി വരുമ്പോൾ കാണാൻ പോകുന്നത് BJP-ക്കാർ മാത്രം, പിണറായി വിജയനെ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ CPM-കാർ മാത്രം. അയാളോട് ഇഷ്ടമുള്ളതും അങ്ങേരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള നേതാക്കന്മാരൊക്കെ വരുമ്പോൾ എല്ലാവരും പോകുന്നത് ഈ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉറൂസുകൾക്ക് പോകാറില്ലേ, പള്ളി പെരുന്നാളിന് പോകാറില്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങൾ ഉത്സവത്തിന് പോകാറില്ലേ. ഇപ്പം തെയ്യം കാണാൻ വരുന്നുണ്ട് ആൾക്കാർ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ് വരുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ മുഴുവൻ മാത്രമാണോ ഇവിടെ പള്ളി പെരുന്നാളിന് പോകുന്നത്? ഒരിക്കലുമല്ല, എല്ലാവരും പോകുന്നുണ്ട്. എന്തിനാണ്? അതൊരു നാടിൻ്റെ ആഘോഷം, അതൊരു ആഘോഷത്തിൽ പങ്കെടുക്കുക, അതുമാത്രമാണ്. അപ്പോൾ ഈ കുംഭമേള എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പേര് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്കിപ്പോഴും ഉത്തർപ്രദേശിലൊന്നും പോയിട്ട് കാണേണ്ട ഒരു സംഭവമൊന്നും നമ്മുടെ കയ്യിലില്ല. ഇവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ കയറിയിട്ടോ അല്ലെങ്കിൽ ബസ് പിടിച്ചിട്ടോ അവിടെ പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കണ്ടിട്ട് വരാറുണ്ട്. ഈ എന്താ പറയുക, കണ്ടിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾക്കൊരു എന്താ സംഭവിക്കുന്നത്, എന്താണ് സംഭവം, ഇതൊക്കെ കാണാനും ഒരുപാട് ആൾക്കാരെ കാണാനുള്ളൊരു അവസരമാണ്. ഏതായാലും ഒരു 3-4 ദിവസം അവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിടി കിട്ടാത്ത ജനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പോയി. അയാൾ പറഞ്ഞത് ഞാൻ അവിടെ എത്തിയിട്ടില്ല എന്നാണ്. അയാൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം ജനങ്ങളായിട്ട് വഴിക്ക് വെച്ചിട്ട് തിരിച്ചു വരേണ്ട ഗതികേടിലാണ് അയാൾ. അതാണ് ഞാൻ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സമുദ്രം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനോട് മുഖം തിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നു. ഇന്നിപ്പോഴും ഞാൻ കണ്ടു, അതായത് ഏതോ ഒരു 2 സിനിമാ താരങ്ങൾ അവിടെ പോയിട്ട് ഹിന്ദുവായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുംഭമേളക്ക് പോയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു രസമുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ അഭിമാനിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും എല്ലാവരും അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് അതിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ എടുത്തു പറയരുത്. അതുപോലെ തന്നെ കുംഭമേളക്ക് പോയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പല ആൾക്കാരും ഈ ജനസമുദ്രം കാണാൻ തന്നെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ കാണാൻ വരുന്നുണ്ട്. അഘോരികളെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് വല്ല അഘോരികളുണ്ടോ നോക്കിയിട്ട് കാണുന്ന സന്യാസിമാരെയൊക്കെ കാണാൻ നമ്മൾ പോകാറുണ്ട്. നമ്മൾ എത്ര പേര് UP-യിൽ പോയിട്ട് മറ്റേ ഇത് കാണുന്നുണ്ട്, കുംഭമേളക്ക് പോയിട്ട് സന്യാസിമാരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ എല്ലാവരും സഹകരിക്കുക, അവിടെ ഒരു രാഷ്ട്രീയം കാണാതിരിക്കുക. എന്തെങ്കിലും ഇതിൻ്റെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് മോശമായിട്ടുള്ള കമൻ്റ് എഴുതുക. അപ്പം അങ്ങനെ എഴുതുന്നവനില്ലേ കുടുംബസമേതം അവിടെ പോയിട്ട് കണ്ടിട്ട് വന്നവനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കുംഭമേളയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് കമൻറ്റ് എഴുതുന്ന ആൾക്കാർ വരെ കുടുംബസമേതം പോയിട്ട് ഈ പരിപാടിയൊക്കെ വീക്ഷിച്ചിട്ട് തിരിച്ചു വന്നാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ജാതിയോ മതമോ വർഗീയതയോ ഒന്നും കാണുന്നില്ല.
ഞാൻ കാണുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട് അഭിമാനം മാത്രമാണ് തോന്നിയത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല അങ്ങനെയാണടാ ഇങ്ങനെയാണടാ അവിടെ നോമ്പ് കാലത്ത് ഭക്ഷണം കിട്ടത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്രയും സൗഹൃദത്തോട് കൂടിയിട്ട് നമ്മളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വരെ ഓരോ വീടിൻ്റെ മുറ്റം വരെ എന്ന് പറഞ്ഞാൽ തുറന്നിട്ടിരിക്കുകയാണ്. അത്രയും നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ തിരുനാവായ. പിന്നെ ഭാരതപ്പുഴയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഭാരതപ്പുഴയിൽ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇതുവരെ ഭാരതപ്പുഴ ഇറങ്ങിയിട്ടൊന്നുമില്ല. കുറ്റിപ്പുറം വഴി പോകുമ്പോൾ കാണാം, അതുപോലെ തന്നെ ഷൊർണൂർ വഴി പോകുമ്പോൾ കാണാമെന്നല്ലാതെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഇറങ്ങാൻ സാധിച്ചു. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുമ്പേ ഇന്ന് എല്ലാവർക്കും വാഹനങ്ങളില്ലേ, ഒരു ഞായറാഴ്ച രാവിലെ അങ്ങോട്ട് പോവോ, ഇപ്പം തീരാനായിട്ടെ ഇനിയെ പോയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നദികൾ നശിപ്പിക്കും, അത് നശിപ്പിക്കും, ഇത് നശിപ്പിക്കും എന്നൊക്കെയാണ്. ഇവിടെ ആരാ നശിപ്പിക്കാത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ആൾക്കാരെന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ അവസരത്തിലൊന്നാണ് വേഷിച്ചുകൊണ്ടിരുന്നില്ലേ. അപ്പം അതുപോലെ എല്ലാ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായി. ഇപ്പോൾ അവിടെയൊന്നും വേസ്റ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ വൃത്തികേടായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം, അതൊരു പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അതായത് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭക്ഷണമുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിശന്നുകൊണ്ട് ഒരു മനുഷ്യന്മാർ പോലും ഇരിക്കരുത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇന്നിപ്പോഴും ഒരു TV ചാനലുകാരൻ പോയിട്ട് ആക്കിയിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു, എന്തൊക്കെയാ മെനു, ഇതെന്താ മെനു എന്ന് പറഞ്ഞ് ഇതെന്താ ഹോട്ടൽ നടത്തല. അവിടെ വരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ആരും പോകരുത്. അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചട്നി ആയിരിക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പാറായിരിക്കും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് മെനു എന്താണ് ഇവിടെ എന്താ മെനു കുംഭമേളക്ക് പോയിട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരിക്കലും. അത് വളരെ മോശം തന്നെയാണ്. ഏതായാലും മോഹനൻ നമ്പൂതിരിയാണ് അങ്ങേരങ്ങാറ്റാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ടായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക. അതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ആൾക്കാരെ എല്ലാവരെയും ഈ ഒരു കുംഭമേളയോട് കൂടിയിട്ട് മലപ്പുറത്തിൻ്റെ മുഖച്ഛായ മാറുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പല ആൾക്കാരും മലപ്പുറത്തെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ടീമിനൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മലപ്പുറം അങ്ങനെയാണ് എന്ന് പറയുന്ന കുറേ ടീമിന് ഇതൊരു വലിയൊരു അടി തന്നെയാണ്. കാരണം അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാളിപ്പോയത് തന്നെയാണ്. അതുകൊണ്ട് ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും നോക്കാതെ എല്ലാവരും ഇങ്ങനെയുള്ള പരിപാടികളിൽ പോയിട്ട് പങ്കെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം സന്തോഷം തരുന്നത് തന്നെയാണ്. ഒരിക്കലും നിങ്ങളിത് മിസ്സാക്കരുത്. കാരണം ദൂരെയൊന്നും പോയിട്ട് ഇതിപ്പോൾ തമിഴ്നാട്ടിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പോകാൻ കഴിയുമോ, അങ്ങോട്ട് അടുക്കാൻ കഴിയുമോ? അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോരം എന്താ പറയേണ്ടത്, ഈ തിക്കിലും തിരക്കിലും പെട്ടി എന്തോരം മരണങ്ങൾ വരെ ഉണ്ടാകും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സഹോദരന്മാർ അവർ കൃത്യമായിട്ട് ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മുന്നിലുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ വളണ്ടിയർമാരുണ്ട്. എല്ലാ തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.